SR വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് ദുബായിൽ നിന്ന് ഒരു മാജിക്കൽ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് കോർഫക്കാനിലുള്ള ഒരു ഐലൻഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിശദ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ തുടർന്ന് കാണാം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഏകദേശം 1.5 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ കാണുന്നില്ലേ, അവിടെ കുറേ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായി. 7 മണിക്കാണ് നമുക്ക് ടൈം പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് 9 മണിക്ക് മാറ്റിയെന്ന് പറയുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ എന്തോ പെർമിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് 9 മണി വരെ നമ്മളിവിടെ പോസ്റ്റാണ്. 2 മണിക്കൂർ കട്ട പോസ്റ്റ് പോർട്ടിൽ. ഈ 2 മണിക്കൂർ എന്ത് ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് കേട്ടോ തൊട്ടടുത്തൊരു ഷാർജ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ള കാര്യം ഓർമ്മ വന്നത്. വണ്ടി നേരെ അങ്ങോട്ട് വിട്ടു. അവിടെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം 8:45-9 മണിയോട് കൂടി നമ്മൾ പോർട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നുണ്ട് കേട്ടോ. വേഗം ഓടിപ്പടച്ച് ബാഗൊക്കെ കൊണ്ട് നമ്മൾ ബോട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ തന്നെ സീറ്റ് പിടിച്ചു. അവിടെ ഇരുന്ന് നമ്മളിപ്പോൾ പുറപ്പെടും എന്ന് വിചാരിച്ചെങ്കിലും കോസ്റ്റ് ഗാർഡിൻ്റെ ചെക്കപ്പ് കാര്യങ്ങൾ പരിപാടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ ഏകദേശം 10:30-10:45 സമയമായി. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഫാമിലി ആയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ട്, വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കരുതുന്നത് അല്ലെങ്കിൽ സ്നാക്സ് കരുതുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൈമിംഗ് പ്രകാരം നമ്മൾ 8 മണിക്ക് ക്യാമ്പ് സൈറ്റിൽ എത്തി 8 മണിക്ക് ഡിന്നർ കഴിക്കുന്നതാണ് അവർ പറഞ്ഞതെന്നുണ്ടെങ്കിലും 10:45 നമ്മൾ പോർട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇനി നമ്മൾ ഏകദേശം 1/4 മണിക്കൂർ ട്രാവൽ ചെയ്ത് 11:00 കൂടിയേ ക്യാമ്പ് സൈറ്റിൽ എത്തുള്ളൂ. 11:30-11:45 നമുക്ക് ഡിന്നർ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളുകൾ, ചെറിയ കുട്ടികൾ, പ്രായമുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വയ്ക്കുക. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് യാത്രയൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ലൈറ്റുള്ള കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ കണ്ടു കേട്ടോ. ഈ സ്പീഡ് ബോട്ടിൽ വേണം നമ്മൾ ദോ ക്രൂസിൽ നിന്ന് ചാടി കയറി നമ്മൾ ക്യാമ്പ് സൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്പീഡ് ബോട്ടിലേക്കൊക്കെ ഒരു കണക്കിന് കയറി. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മളൊരു കണക്കിന് എല്ലാവരും കയറി നമ്മൾ ഈ സ്പീഡ് ബോട്ടിൽ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ തീരത്ത് കൊണ്ട് ഇറക്കുന്ന കാഴ്ചയാണ് കേട്ടോ. നല്ല എന്താ പറയുക, തിരമാല വന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിരമാല വന്ന് അടിക്കുമ്പോൾ അത്യാവശ്യം പ്രായമുള്ള ആളുകൾക്ക്, കുട്ടികൾക്കൊക്കെ ബാലൻസ് പോകാനും കാണാം. ഇറങ്ങിയ വഴിക്ക് നമ്മുടെ ചെക്കൻ്റെ ചെരുപ്പ് വെള്ളത്തിൽ ഒലിച്ചു പോയി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നല്ല തിരമാല അടിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റനോട് നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു വന്ന പരിചയത്തിൻ്റെ പുറത്ത് ക്യാപ്റ്റൻ പറഞ്ഞു, ഞാൻ എടുത്തുതരാം, കാരണം നിങ്ങൾ ഇറങ്ങാൻ നിൽക്കേണ്ട നല്ല ആഴമുള്ള സ്ഥലമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ദൂരം നമുക്കിങ്ങനെ കരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാനുള്ളതില്ല. കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കടലിന് ഭയങ്കര ആഴമുള്ള സ്ഥലമായി മാറുകയാണ്. അങ്ങനെ നമ്മൾ ടെൻറ്റിൽ ബാഗൊക്കെ കൊണ്ടുവച്ച ഉടനെ തന്നെ വേഗം ചെന്ന് ഡിന്നർ എടുത്തു. കാരണം ഓൾറെഡി ലേറ്റ് ആയല്ലോ. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ലേറ്റ് ആയാലും ഫുഡ് നല്ല കിടലൻ ഫുഡായിരുന്നു. ബിരിയാണി, പാസ്ത, നൂഡിൽസ്, ചപ്പാത്തി, ചിക്കൻ കറി, പരിപ്പ് കറി, വെജിറ്റബിൾ കറി എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം വേണ്ട കിടലൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ടെൻറ്റിൽ ചെന്നു. ടെൻറ്റിൽ ചെന്നപ്പോൾ 4 പേർക്കുള്ള സൗകര്യമുള്ള ടെൻറ്റാണെങ്കിലും 2 പേർക്ക് കിടക്കാനുള്ള ബെഡ് അവിടെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. 4 പേർക്ക് കിടക്കാനുള്ള ബെഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ബെഡ് കൂടി ഇടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ചെന്ന് പറയാം എന്ന് കരുതിയപ്പോഴത്തേക്കും എന്തായി, അവിടെ ഓൾറെഡി വന്ന നമ്മുടെ കൂട്ടത്തിൽ വന്ന കുറേ ആളുകൾക്ക് ടെൻറ്റിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം പല ആളുകൾക്കും ഒരു വലിയ ടെൻറ്റ് തന്നെ അവർ സ്പ്ലിറ്റ് ആക്കിയിട്ട് 2 ഡിഫറെൻറ്റ് ഫാമിലിക്കൊക്കെ ഷെയറിങ്ങിനൊക്കെ അന്ന് കൊടുത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് വന്നിട്ട് ഭയങ്കര പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ നേരിട്ടു കേട്ടോ. നമ്മളിത് ബുക്ക് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതേ, ഇവിടെ നമുക്ക് ബാത്റൂം സൗകര്യം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ കൂട്ടി ചോദിച്ചറിയണം. കാരണം ഇത്രയും ടെൻറ്റുകൾ ഉണ്ടെങ്കിലും ഇവിടെ ആകെ ഒരു പോർട്ടബിൾ വാഷ്റൂം മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. നമ്മൾ ആദ്യമേ ചോദിച്ചുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. യൂറിൻ പാസ് ചെയ്യാമെന്നല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും ആ പോർട്ടബിൾ വാഷ്റൂമിൽ യൂസ് ആക്കാൻ പറ്റില്ല. പിന്നെ ഒരു ബാത്റൂം ഉള്ളത് നമ്മൾ നേരത്തെ വന്ന ദോ ക്രൂസ് ഉണ്ടല്ലോ, ആ വലിയ ദോ ക്രൂസിനുള്ളിൽ മാത്രമാണ് ഒരു ബാത്റൂം ഉള്ളത്. ആ ദോ ക്രൂസിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഈ സ്പീഡ് ബോട്ടിൽ കയറി നമ്മൾ നേരത്തെ ചെയ്ത പറഞ്ഞ പോലെ കരയിൽ നിന്ന് കയറി അവിടെ ചെന്ന് സ്പീഡ് ബോട്ടിൽ നിന്ന് തിരിച്ച് ദോ ക്രൂസിൽ കയറി ദോ ക്രൂസിൽ വേണം നമ്മുടെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീണ്ടും സ്പീഡ് ബോട്ടിൽ നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റിലേക്ക് വരാൻ. അതൊരു പലർക്കും അറിയാത്ത ആളുകൾക്ക് ഷോക്കിങ്ങും കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴത്തെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുട്ടാ. കിട്ടില്ലെന്നൊരു വ്യൂ ആണ്. നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക, ഇത്തരത്തിലൊരു ബീച്ചിൻ്റെ സൈഡിൽ ക്യാമ്പ് ചെയ്തിട്ട് ഇങ്ങനെ 2 മലകൾക്കിടയിലൂടെ ഒരു സൺറൈസ് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ടെൻറ്റ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 4 പേർക്ക് കിടക്കാനുള്ള സ്ഥലം അതിനകത്തുണ്ടെങ്കിലും 2 പേർക്ക് പറ്റിയൊരു ടെൻറ്റ്, ഒരു ബെഡ് മാത്രമേ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നുള്ളൂ. പിന്നെ നമ്മൾ മൊത്തത്തിൽ അവിടെ പ്രശ്നവും പരിപാടി ആയതുകൊണ്ട് നമ്മളതൊരു പ്രശ്നമാക്കിയിട്ട് അവരോടൊന്ന് പറയാൻ നിന്നില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മൾ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇവരന്ന് പറഞ്ഞിരുന്നത് നമ്മളിവിടെ നിന്ന് ഒരു 7:30-8 മണിയോട് കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളതിനെ ഒരു ഷാർക്ക് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വാട്ടർ ആക്ടിവിറ്റി, കയാക്കിങ്, സ്നോർക്കിളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ പോലും അതൊക്കെ അവർ പ്ലാൻ മാറ്റി. കമ്പനിയുടെ തീരുമാനം അവസാന നിമിഷത്തിൽ പെട്ടെന്നായിരുന്നു എന്ന് പറയുന്ന പോലെ കയാക്കിങ്ങും സ്നോർക്കിളിങ്ങും ഒക്കെ അവർ ഈ ബീച്ചിൻ്റെ തീരത്ത് തന്നെ ആക്കി മാറ്റിയിട്ടാണ്. കയാക്കിങ് ഇവിടെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം എവിടെയായാലും വെള്ളത്തിൽ ഇത് ഓടിച്ചാൽ മതിയല്ലോ.
പക്ഷേ നമ്മൾ സ്നോർക്കിളിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ താഴെയുള്ള കുറച്ച് മീനിനെയും പവിഴപ്പുറ്റും സംഭവങ്ങളൊക്കെ കാണുക എന്നുള്ള അർത്ഥത്തിലാണല്ലോ ചെയ്യുന്നത്. ഇവിടെ കരയിൽ ഞാൻ സ്നോർക്കിളിങ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ തീരത്ത് കാണുന്ന മണലിൻ്റെ നനഞ്ഞൊരു രൂപം മാത്രമേ ഉള്ളിൽ കാണാനുള്ളൂ. അപ്പോൾ സ്നോർക്കിളിങ് അത്ര ഉഷാറായില്ല എന്നുള്ളൊരു ഇത് ഫീഡ്ബാക്ക് നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഈ വെളുത്ത സ്ക്രീൻ കാണുന്നില്ലേ, അതാണ് ഇവിടെയുള്ള മൂവി പ്രൊജക്ടർ. പിന്നെ ഇപ്പോൾ ഒരു റെഡ് എയറോട്ട് നമ്മൾ കാണിക്കുന്നത് കണ്ടില്ലേ, ആ അറ്റത്ത് കാണുന്ന ഒരു കുഞ്ഞു സംഭവമാണ് ഇവിടുത്തെ പോർട്ടബിൾ വാഷ്റൂം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ടെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ആകെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പോർട്ടബിൾ വാഷ്റൂം മാത്രമേ ഉള്ളൂ. യൂറിൻ പാസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുപ്പിയിൽ വെള്ളം കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി സൗകര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ദോ ക്രൂസിൽ തന്നെ പോയിട്ട് വേണം സാധിക്കാനായിട്ട്. അങ്ങനെ രാവിലെ നമുക്ക് കുറച്ച് ചെറിയൊരു മിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നിട്ടോ, കുറച്ച് ബിസ്ക്കറ്റ്, പഴം, ബ്രെഡ്, ചായ, കാപ്പിയൊക്കെ വന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ കുറേ നേരം കുട്ടികളുടെ കൂടെ ബീച്ചിൽ അടിപൊളിയായിട്ട് കളിച്ച് എൻജോയ് ചെയ്ത് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അങ്ങനെ ബീച്ചിൽ രാത്രി ഉറങ്ങി എണീക്കുക, അവിടെ വെള്ളത്തിൽ കിടന്ന് കളിക്കുക, എൻജോയ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു വേറിട്ട അനുഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ മാജിക്കൽ ക്യാമ്പയിൻ എന്നുള്ളത് പറയുന്നത് കേട്ടോ. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള സൗകര്യക്കുറവുകളുണ്ട് എന്നുള്ളത് മുൻധാരണയിലൂടെ വേണം വരാൻ. നമ്മൾ ഓൾറെഡി ബാത്റൂം ഫെസിലിറ്റി ഇല്ല എന്നറിഞ്ഞ് നമ്മൾ ആ ഒരു മുൻകരുതലോട് കൂടി തന്നെയാണ് വന്നത്. ആ ഒരു പ്രതീക്ഷയിൽ ഒരു ദിവസം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ തന്നെയാണ് വന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഐഡിയ ഇല്ലാതെ വന്ന ഒരുപാട് ആളുകൾക്ക് അത് പെട്ടെന്ന് ഷോക്കിംഗ് ആവുകയും അതിലൊരുപാട് ആളുകൾ തലേദിവസം രാത്രി തന്നെ അന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പോയ സമയത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നേ കൂട്ടി ഒരു ഇൻഫർമേഷനായിട്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം 10-11 മണിയോട് കൂടി അവിടെ നിന്ന് തിരിച്ച് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കയറിയ സ്പീഡ് ബോട്ടിൽ കയറി. സ്പീഡ് ബോട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ദോ ക്രൂസിൽ കയറി നമ്മൾ തിരിച്ച് പോർട്ടിലേക്ക് പോവാണ് കേട്ടോ. ഷാർക്ക് ഐലൻഡിൽ പോവും, അവിടെയാണ് പരിപാടി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അതൊക്കെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിരുന്നെങ്കിലും നമ്മൾ ഷാർക്ക് ഐലൻഡ് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടു എന്നല്ലാതെ ഷാർക്ക് ഐലൻഡിൽ നിർത്തുകയോ നമ്മൾ ഷാർക്ക് ഐലൻഡിൽ ഇറങ്ങുകയോ അവിടെ എന്തെങ്കിലും പരിപാടി ചെയ്യുകയോ ഒന്നും നമ്മൾ പോയ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഇനി മറ്റുള്ള ആളുകൾ പോകുന്ന ടൈമിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെന്തായാലും നമ്മൾ പോയ സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വട്ടം ട്രൈ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഒരു സംഭവമായിട്ട് നമുക്ക് ജനറലി ഇതിനെ പറയാം, മാജിക്കൽ ക്യാമ്പിങ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ.